ഇന്നൊരു നടനെ ഇന്ന് പോലീസ് സ്റ്റേഷനിൽ പോയി. ഈ നടനൊക്കെ എത്ര കാലമായി അയാളുടെ ഇന്റർവ്യൂ എന്താ പറയണത്? അയാൾ ഇന്റർവ്യൂലൊക്കെ അയാൾ പച്ചക്ക് പറയണം, ലഹരിയെ പ്രൊമോട്ട് ചെയ്യുന്ന ഇന്റർവ്യൂകൾ. എന്തെങ്കിലും നടപടി എടുത്തോ? എടുക്കൂല. അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് നോക്കിയാൽ അറിയാം. കൃത്യം 4.5 കൊല്ലം മുമ്പ് 2021 ഉറപ്പാണ് LDF എന്ന പ്രമേയം ഉയർത്തിപ്പിടിച്ച് LDFന് വേണ്ടി ക്യാമ്പയിൻ ചെയ്ത ആളാണ് ഷൈൻ ടോ ചാക്കോ. അയാൾക്ക് എന്തു ആവാം. അയാൾക്ക് MDMA കുറിച്ച് പറയാം, അയാൾക്ക് കഞ്ചാവിനെ കുറിച്ച് പറയാം, അതിനെ പ്രൊമോട്ട് ചെയ്യാം, ഒരു കുഴപ്പമില്ല. സിനിമാ സെറ്റിൽ ഇത് ഉപയോഗിക്കാം, ആരും ചോദ്യം ചെയ്യില്ല. ഇന്നലെ നാർക്കോട്ടിക് SP പറയാണ്, അയാളെ പിടിക്കാൻ വേണ്ടി ഞങ്ങൾ പോയി, അയാൾ ഇറങ്ങി ഓടി, ഞങ്ങൾ എന്താ ചെയ്യാൻ? അയാളെ പിടിക്കാനുള്ള സ്ട്രെങ്ത് പോലീസിനില്ല. അത് കഴിഞ്ഞ് റഹീമിന്റെ പത്രസമ്മേളനം, റഹീം പറയാണ്, ഷൈൻ ടോ ചാക്കോ ഒരു കാര്യം ഓർക്കണം, കേരളത്തിന്റെ മുഖ്യമന്ത്രി അറിഞ്ഞിട്ട് കളിക്കണം. ഇത് രണ്ടും എങ്ങനെയാണ് മാച്ച് ആവുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. ഓടുന്ന ഷൈൻ ടോ ചാക്കോയെ പിടിക്കാനുള്ള കപ്പാസിറ്റി ഞങ്ങൾക്കില്ല എന്ന് നാർക്കോട്ടിക് SP. കേരളം ഭരിക്കുന്ന ആരാണെന്ന് ഓർത്ത് കളിക്കണമെന്ന് റഹീം MP. അല്ലെങ്കിലും റഹീമിന്റെ ഒരു വിധി എന്ന് പറഞ്ഞാൽ എപ്പോഴും ഏറിൽ കിടക്കുക എന്നുള്ളതാണ്. ആകാശത്ത് നിലത്തിറങ്ങാൻ സമയം ഉണ്ടാവാറില്ല. മുപ്പര് ഒരു പത്രസമ്മേളനം നടത്തി അപ്പ ഏറിൽ പോകും. നാട് മുഴുവനും ലഹരിയല്ലേ പ്രിയപ്പെട്ടവര്. പിണറായി വിജയൻ കേരളം ഭരിക്കുന്നതുകൊണ്ട് മലയാളിക്ക് കിട്ടിയ ഏറ്റവും വലിയ നേട്ടം എന്ന് പറഞ്ഞാൽ കൊച്ചു കുട്ടികൾക്ക് പോലെ MDMA എന്നാന്ന് മനസ്സിലായി. MDMA എന്ന് പറഞ്ഞാൽ കാച്ചിത്തുണി എടുത്ത ഉമ്മമാരുടെ മക്കൾ സ്കൂളിൽ പോകാൻ തുടങ്ങിയാൽ ഈ പച്ചപ്പതാക പിടിക്കാൻ ആളുണ്ടാവില്ല എന്ന് പറഞ്ഞ് ലീഗിനെ പരിഹസിച്ച ഒരു കാലം ഉണ്ടായിരുന്നു. ഇന്ന് കുറ്റിപ്പുറം പാലം കഴിഞ്ഞിട്ട് മാത്രമല്ല, കേരളത്തിന്റെ പുറത്തും ഡൽഹിയിലാവട്ടെ, മുംബൈയിലാവട്ടെ, പോണ്ടിച്ചേരി ആവട്ടെ, ഹൈദരാബാദ് ആകട്ടെ, ഹൈദരാബാദ് ഇഫ്ലു യൂണിവേഴ്സിറ്റിയിൽ യൂണിയൻ ഭരിക്കുന്നത് ആരാണെന്ന് ചോദിച്ചാൽ MSFന്റെ യൂണിയനാണെന്ന് അഭിമാനത്തോടെ പറയാൻ കഴിയുന്ന രാഷ്ട്രീയ സാഹചര്യം ഇന്ന് ഇന്ത്യയിലുണ്ട്. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് കേരള സർവകലാശാലയിലെ സെനറ്റ് തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് വന്നത്. കേരള ചരിത്രത്തിൽ ആദ്യമായി കേരളത്തിലെ ഏറ്റവും പ്രായം ചെന്ന സർവകലാശാലയുടെ മുകളിൽ MSFന്റെ ത്രിവർണ്ണ പതാക പറക്കുന്ന കാഴ്ചക്കാണ് നമ്മൾ സാക്ഷികളായത്. SFIയുടെ കയ്യിൽ നിന്ന് കാലിക്കറ്റ് സർവകലാശാല നമ്മൾ പിടിച്ചെടുത്തു. MSF അതിന്റെ പ്രതാപകാലത്തിലൂടെ മുമ്പോട്ട് പോകുന്ന ഒരു സമയമാണിത്. അങ്ങനെ 3 കാര്യങ്ങൾ കൊണ്ട് MSFയിലൂടെ യൂത്ത് ലീഗിലേക്ക് കടന്നു വന്ന ഒരു പ്രവർത്തകൻ എന്ന നിലക്കുള്ള എന്റെ അഭിമാനം ഞാൻ പങ്കുവെക്കാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ MSFന്റെ സഹപ്രവർത്തകരോട് 3 കാര്യങ്ങൾ കൂടി പറയാൻ ആഗ്രഹിക്കുന്നു. ഒന്നാമത്തെ കാര്യം, ഏറെ നിരാശയുള്ള വർത്തമാനങ്ങൾ കേൾക്കുന്ന ഒരു കാലമാണ്. രാജ്യം ഭരിക്കുന്നത് നരേന്ദ്രമോദി സർക്കാർ. ന്യൂനപക്ഷ വിരുദ്ധമായ, മതേതര വിരുദ്ധമായ, ഏകാധിപത്യ പ്രവണതയുള്ള ബില്ലുകൾ ഈ രാജ്യത്തിന്റെ പാർലമെന്റ് പാസാക്കുന്ന കാഴ്ചകൾ നമ്മൾ കാണുന്നു. ഏറ്റവും ഒടുവിൽ ഈ രാജ്യത്തെ മതന്യൂനപക്ഷമായ മുസ്ലിങ്ങളുടെ വഖഫ് സ്വത്തുകൾ കൈയടക്കാൻ ഈ രാജ്യം ഭരിക്കുന്ന ഭരണകൂടം ഒരു ബില്ല് തന്നെ പാസാക്കി. ഈ രാജ്യത്തിന്റെ ഭരണഘടന നൽകുന്ന അവകാശങ്ങൾ കവർന്നെടുക്കുകയാണ്. ഒരു വ്യക്തി അദ്ദേഹത്തിന്റെ ആഗ്രഹപ്രകാരം, തന്റെ വിശ്വാസപ്രകാരം മതപരമായ കാര്യങ്ങൾക്ക് വേണ്ടി നീക്കിവെച്ച സ്വത്തുക്കൾ കൈയടക്കുക എന്ന താല്പര്യത്തിൽ ഈ രാജ്യത്തിന്റെ പാർലമെന്റ് ഒരു ബില്ല് പാസാക്കുന്നു. ബില്ല് പാസാക്കുക മാത്രമല്ല, ഇനി ഏതെങ്കിലും ഒരു വ്യക്തിക്ക് തന്റെ ഭൂമി വഖഫ് ചെയ്യണമെങ്കിൽ 5 വർഷം അദ്ദേഹം പ്രാക്ടീസിംഗ് മുസ്ലിമാണ് എന്ന് തെളിയിക്കണം എന്ന നിയമം കൊണ്ടുവരുന്നു. 5 വർഷം പ്രാക്ടീസിംഗ് മുസ്ലിമാണെന്ന് എങ്ങനെയാ തെളിയിക്കുക? ആരാണത് തീരുമാനിക്കുക? Who are you to decide whether a person is a Muslim or a non-Muslim? ഇവരാരാണ്? ഈ രാജ്യം ഭരിക്കുന്ന ഭരണകൂടം ആരാണ്? BJPയുടെ ശാഖ കമ്മിറ്റിയുടെ മുമ്പിൽ പോയിട്ട് രാവിലെയും ഉച്ചക്കും വൈകുന്നേരവും രാത്രിയിലും 5 നേരം നമസ്കരിക്കണം ഒരാൾ മുസ്ലിമാണ് എന്ന് തെളിയിക്കാൻ. അങ്ങനെ തെളിയിക്കുന്ന ഒരാൾക്ക് മാത്രമേ വഖഫ് ചെയ്യാൻ അധികാരമുള്ളൂ എന്ന് രാജ്യത്തിന്റെ പാർലമെന്റ് നിയമം കൊണ്ടുവരുന്നു. അത് കൊണ്ടുവരിക മാത്രമല്ല, ആ മുസ്ലിങ്ങളടക്കം ആളുകളെ വഖഫ് ബോർഡിലേക്ക് നോമിനേറ്റ് ചെയ്യുക എന്ന തീരുമാനം കൊണ്ടുവരുന്നു. ഭരണഘടനാ വിരുദ്ധമായ നിയമം ഈ രാജ്യത്തിന്റെ പാർലമെന്റ് പാസാക്കുമ്പോൾ നിരാശയുണ്ടായി. ശരിയാണ്.
പക്ഷെ ആ നിരാശയുടെ വർത്തമാനങ്ങൾ ഉണ്ടാകുമ്പോഴും നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം, ഇന്ത്യയുടെ പാർലമെന്റിൽ ഈ ബില്ലിന് അനുകൂലമായി വോട്ട് ചെയ്തവർ 288, ഈ ബില്ലിനെതിരായി വോട്ട് ചെയ്തവർ 232, 56 വോട്ടിന്റെ വ്യത്യാസം. എന്ന് പറഞ്ഞാൽ ഒരു 29 MP-മാർ മറിച്ച് വോട്ട് ചെയ്താൽ ഇന്ത്യയുടെ പാർലമെന്റിൽ ഈ ബില്ല് പാസ്സാകില്ലായിരുന്നു. സംഘപരിവാരങ്ങളും മതേതര കക്ഷികളും തമ്മിൽ ഈ രാജ്യത്തിന്റെ വ്യത്യാസം കേവലം 29 MP-മാരുടെ വ്യത്യാസമാണ്. ഇത് ചെറിയ കാര്യമല്ല. അതുമാത്രമല്ല നമ്മുടെ പ്രതീക്ഷ. ഈ ബില്ലിനെ ചോദ്യം ചെയ്തുകൊണ്ട് ലീഗ് ഉൾപ്പെടെയുള്ള കക്ഷികൾ ഇന്ത്യയുടെ പാർലമെന്റിലേക്ക് പോയി, കോടതിയിലേക്ക് പോയി, സുപ്രീം കോടതിയിലേക്ക് പോയി. കോടതി എന്താ പറഞ്ഞത്? കോടതി പറഞ്ഞു, ഇത് ഞങ്ങൾ ഫയലിൽ സ്വീകരിക്കുന്നു. ഒരു വഖഫ് സ്വത്ത് പോലും ഡീനോട്ടിഫൈ ചെയ്യാൻ പാടില്ല. ഒരു വഖഫ് സ്വത്ത് പോലും ഇന്ത്യയിൽ ഡീനോട്ടിഫൈ ചെയ്യാൻ പാടില്ല. വഖഫ് ബോർഡിലേക്ക് പുതിയ ആളുകളെ ഉൾപ്പെടുത്താൻ പാടില്ല. രാജ്യത്തിന്റെ പരമോന്നത നീതിപീഠമായ സുപ്രീം കോടതി ഈ രാജ്യത്തെ ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്നു എന്ന പ്രതീക്ഷയാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ മുമ്പിൽ ഉള്ളത്. മാത്രാണോ ഫാഷിസത്തിനെതിരെ സംസാരിച്ചാൽ ഇഡിയും ഇൻകം ടാക്സും CBI-യും കയറിയിറങ്ങുന്ന വർത്തമാനകാലത്ത് നരേന്ദ്രമോദി അധികാര കസേരയിലേക്ക് വന്നത് ഗുജറാത്തിൽ ആയിരക്കണക്കിന് മുസ്ലിങ്ങളെ കൊന്നുതള്ളിയിട്ടാണ് എന്ന ഒരു സിനിമ എടുക്കാൻ മലയാളികളായ ഏതാനും ആളുകൾ കടന്നു വന്നത് ചെറിയ കാര്യമാണോ? പൃഥ്വിരാജ് സുകുമാരൻ എന്ന് പറയുന്ന ഒരാൾ സംവിധാനം ചെയ്ത ഒരു സിനിമ, ഇന്ത്യയിലെ തന്നെ അഭിമാനത്തോടു കൂടി നമുക്ക് ഓർക്കാൻ കഴിയുന്ന മോഹൻലാലിനെ പോലെയുള്ള ഒരു നടൻ നായകനായ ഒരു സിനിമ, ഗോപി മുരളി എന്ന് പറയുന്ന ഒരു തിരക്കഥാകൃത്ത് എഴുതിയ ഒരു തിരക്കഥയിൽ സംഘപരിവാറിന്റെ ഫാഷിസ്റ്റ് മുഖങ്ങളെ തുറന്നു കാണിക്കാനുള്ള ഒരു സിനിമ, പാൻ ഇന്ത്യൻ സിനിമ എന്ന് അവകാശപ്പെടാൻ കഴിയുന്ന രീതിയിൽ ഈ രാജ്യത്ത് പുറത്തു കൊണ്ടുവരാൻ മലയാളികളായ ഏതാനും ആളുകൾ തയ്യാറായിട്ടുണ്ട് എങ്കിൽ ഈ MSF-ന്റെ യോഗം മുരളി ഗോപിയെ, മോഹൻലാലിനെ, അത് സംവിധാനം ചെയ്ത പൃഥ്വിരാജിനെ അഭിവാദ്യം ചെയ്യാതെ അഭിനന്ദിക്കാതെ തരമില്ല എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. പ്രതീക്ഷ കൊണ്ട് വകയുണ്ട് പ്രിയപ്പെട്ടവരെ. ആ പ്രതീക്ഷയോടെ നമ്മൾ മുമ്പോട്ട് പോകുമ്പോ നമ്മൾ ചെറുപ്പക്കാരോട് പറയുന്നു, നിങ്ങൾ MSF-ന്റെ കൊടി പിടിക്കണമെന്ന്. ഈ കൊടുവള്ളി മണ്ഡലം MSF-ന്റെ റാലിയിൽ പങ്കെടുക്കണം എന്ന് MSF-കാർ പറയുമ്പോ എന്തിനവർ പങ്കെടുക്കണം, എന്തിനവർ പറയണം, എന്തിനവർ മുദ്രാവാക്യം വിളിക്കണം? ചോദ്യം സ്വാഭാവികമാണ്. ഇക്കഴിഞ്ഞ 10 ദിവസത്തെ ഒരു കാര്യം മാത്രം നിങ്ങൾ ആലോചിക്കും. ലീഗിന്റെ ഒരു പ്രവർത്തനം 10 ദിവസത്തെ. 10 ദിവസം റസാഖ് മാഷ് ഇവിടെ ഇരിക്കുന്നുണ്ട്, മുനിൽക്കുണ്ട്, ഖാദർ സാഹിബുണ്ട്, മൊയ്തീൻ കോയുണ്ട്, നസീഫുണ്ട്, ഞങ്ങൾ എല്ലാവരും, നിങ്ങളിൽ പലരും 10 ദിവസം മുമ്പ് വയനാട് ചുരം കയറി. എന്തിനാ വയനാട് ചുരം കയറിയത്? ആ വയനാട്ടിലെ ഉരുൾപൊട്ടലിൽ ബാക്കിയായവരുടെ കുടുംബങ്ങൾക്ക്, 105 കുടുംബങ്ങൾക്ക് ലോക ചരിത്രത്തിൽ ആദ്യമായി ഒരു രാഷ്ട്രീയ പാർട്ടി, NGO-കൾ പലതും ഉണ്ടാകാറുണ്ട്, സർക്കാരുകൾ ഉണ്ടാകാറുണ്ട്, പക്ഷേ ലോക ചരിത്രത്തിൽ ആദ്യമായി ഒരു രാഷ്ട്രീയ പാർട്ടി പുനരധിവാസ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അവിടേക്ക് ചുരം കയറിയത്. 105 കുടുംബങ്ങൾക്ക് വീട് വെച്ചു കൊടുക്കുക, അതിന് സ്ഥലം വാങ്ങുക. അപ്പൊ ചോദിക്കൂ, ലീഗിന്റെ പണി അതാണോ? ലീഗ് ഈ 105 കുടുംബങ്ങൾക്ക് വീട് വെക്കുമ്പോൾ വേറൊരു കാര്യം കൂടി ചെയ്തിട്ടുണ്ട്. ആ ഉരുൾപൊട്ടലിൽ ബാക്കിയായ മുഴുവൻ ആളുകൾക്കും വീട് ഉറപ്പിക്കുന്ന ഒരു പണി കൂടി. അതെങ്ങനെ ലീഗ് ചെയ്തത്? സർക്കാർ ഇങ്ങനെ 5 മാസം 6 മാസമായിട്ട് ഇങ്ങനെ പോവാൻ, ഒരു പണിയും ചെയ്യുന്നില്ല. കേരളത്തിൽ നിയമസഭയിൽ കുഞ്ഞാലിക്കുട്ടി സാഹിബ് സംസാരിച്ചു, മുനീർക്ക് സംസാരിച്ചു. ലീഗ് പറഞ്ഞു, നിങ്ങൾ വീടുണ്ടാക്കുന്നില്ല എങ്കിൽ ഞങ്ങൾ നിങ്ങളെ കാത്തു നിൽക്കുന്നില്ല, ഞങ്ങളെ പടിയായി പോവാണ്, ഞങ്ങൾ സ്വന്തം നിലക്ക് സ്ഥലം വാങ്ങി അവിടെ വീട് വെക്കാൻ വേണ്ടി പോവാണ്. അപ്പോഴല്ലേ സർക്കാർ ഉണർന്ന് പ്രവർത്തിച്ചത്? ലീഗ് ശിലാസ്ഥാപന കർമ്മം പ്രഖ്യാപിച്ചതുകൊണ്ടല്ലേ ഓടിച്ചെന്ന് കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അവിടെ ഒരു ശിലാസ്ഥാപന കർമ്മം നിർവഹിച്ചത്? ലീഗ് 1000 സ്ക്വയർ ഫീറ്റ് പ്രഖ്യാപിച്ചത് കൊണ്ടല്ലേ സർക്കാരും 1000 സ്ക്വയർ ഫീറ്റ് ആക്കിയത്? അല്ലെന്നവർ പറയട്ടെ. അങ്ങനെയാണെങ്കിൽ നേരത്തെ പുത്തുമലയിൽ ദുരന്തമുണ്ടായപ്പോ അവരെ പുനരധിവസിപ്പിച്ചിട്ടുണ്ടല്ലോ. എത്ര സ്ക്വയർ ഫീറ്റ്? 600 സ്ക്വയർ ഫീറ്റ്. ആ വീട് നിങ്ങൾക്ക് ഇപ്പോഴും കാണാൻ സാധിക്കും. ചോർന്നൊലിക്കാണ്. ഞങ്ങൾ അവിടെ പോയതാ കാണാൻ വേണ്ടി. 600 സ്ക്വയർ ഫീറ്റ്. മാത്രമല്ല, സർക്കാർ ഒരു കാര്യം കൂടി ഉറപ്പിച്ചു, ഇവർ ഒരു കാലത്തും നന്നാവരുത്. എന്താ കാര്യം? ആ സൺസൈഡ് ഒക്കെ ഇങ്ങനെ ചെരിച്ചാണ് വാർത്തത്, മുകളിലേക്ക് ഉണ്ടാക്കാനേ പാടില്ല.
ഇവന് ഏതെങ്കിലും കാലത്തൊരു പൈസയൊക്കെ ഉണ്ടായി, അവൻ അധ്വാനിച്ച് പണമുണ്ടാക്കി, അവന്റെ മുകളിലേക്ക് ഒരു വീടുണ്ടാക്കാൻ വിചാരിച്ച അത് നടക്കരുത്. അതിന് ചെരിച്ച സ്ലാബ്, അതും ഏറ്റവും കട്ടി കുറഞ്ഞ സ്ലാബ്. ലീഗ് പറഞ്ഞു ഞങ്ങൾ 1000 സ്ക്വയർ ഫീറ്റിൽ വീടുണ്ടാക്കും. വീടുണ്ടാക്കുക മാത്രമല്ല, 2 നിലയിൽ വീടുണ്ടാക്കാൻ കഴിയുന്ന അടിത്തറയായിരിക്കും. അവൻ ഭാവിയിൽ എപ്പോഴെങ്കിലും മുകളിലേക്ക് വീടുണ്ടാക്കണമെങ്കിൽ അവന് വീടുണ്ടാക്കാൻ കഴിയുന്ന തരത്തിലായിരിക്കും ലീഗിന്റെ പ്ലാന്. ഉടനെ സർക്കാർ പറഞ്ഞു ഞങ്ങളുടേതും 1000 സ്ക്വയർ ഫീറ്റ് ആയിരിക്കും. അങ്ങനെ പറയിപ്പിച്ചത് ആരാ? അങ്ങനെ പറയിപ്പിച്ച പാർട്ടിയുടെ പേരാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന് അഭിമാനത്തോടുകൂടി നമുക്ക് പറയാൻ സാധിക്കും. അത് കഴിഞ്ഞ് ടോണിയെ ഏൽപ്പിച്ചു. ആർക്കിടെക്ട്, മനോഹരമായി ഡിസൈൻ ചെയ്യാൻ കഴിയുന്ന ഏഷ്യയിൽ തന്നെ ഏറ്റവും പ്രഗത്ഭനായിട്ടുള്ള ആർക്കിടെക്ട്. അദ്ദേഹത്തെ ചുമതലപ്പെടുത്തി ഏറ്റവും നല്ല നിർമ്മാണത്തിനുള്ള ആളെ ഏൽപ്പിച്ചു. സർക്കാർ ആരെ ഏൽപ്പിച്ചത്? ഊരാളുങ്കൽ. എത്ര സ്ക്വയർ ഫീറ്റിന്? 1000 സ്ക്വയർ ഫീറ്റിന് ചെലവ് എത്രയാ പറഞ്ഞത്? 30 ലക്ഷം. അപ്പൊ നമ്മൾ എല്ലാ കമ്പനികളുമായി ബന്ധപ്പെട്ട് നോക്കി. ഇവിടുത്തെ എല്ലാ കമ്പനികളും എന്ന് പറഞ്ഞു പരമാവധി പോയാൽ 20 ലക്ഷം, അതും പരമാവധി ഏറ്റവും പ്രീമിയം ക്വാളിറ്റിക്ക്. അതിനിടയിലും 10 ലക്ഷം അടിച്ചു മാറ്റാൻ നോക്കി. ഈ കാര്യം നമ്മൾ തുറന്നു പറഞ്ഞപ്പോ അവർ പണം കുറയ്ക്കാൻ ആലോചിക്കുന്നു എന്ന് പറഞ്ഞു. ആരാ ഇത് ചെയ്തത്? 10 ദിവസത്തിനുള്ളിൽ ലീഗ് ചെയ്ത ഒരു കാര്യമാണ് ഞാൻ പറയുന്നത്. പുനരധിവാസ പ്രവർത്തനത്തിന് നേതൃത്വം കൊടുത്ത് മാതൃകയാക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം. അത് കഴിഞ്ഞ് നമ്മള് വഖഫ് ബില്ലിനെതിരായി വലിയ റാലി കോഴിക്കോട്ട്, ലക്ഷക്കണക്കിന് ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഈ രാജ്യം ഭരിക്കുന്ന ഭരണകൂടത്തിനെതിരായി പ്രതിഷേധം. അവിടെ ലീഗുണ്ട്. പ്രതിഷേധിക്കേണ്ട സമയത്ത് പ്രതിഷേധിക്കാൻ, ജനങ്ങൾക്ക് നന്മ ചെയ്യേണ്ട സമയത്ത് നന്മ ചെയ്യാൻ. അത് മാത്രമാണോ? കഴിഞ്ഞ 1/4 നൂറ്റാണ്ടിലധിക കാലമായി കോഴിക്കോട് മെഡിക്കൽ കോളേജിന് മുമ്പിൽ നിങ്ങൾക്ക് പോയാൽ അവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയുന്ന ഒരു സ്ഥാപനമുണ്ട്. അതിന്റെ പേര് CS സെന്റർ. അതിന് നേതൃത്വം കൊടുത്ത റസാഖ് മാഷ് ഇവിടെ ഇരിക്കുന്നു. രാവിലെയും ഉച്ചക്കും വൈകുന്നേരങ്ങളിലും 100 കണക്കിന് ആളുകൾ അവിടെ ക്യൂ നിൽക്കുന്നു, ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി, മരുന്നിന് വേണ്ടി. ലീഗ് ജീവകാരുണ്യ പ്രവർത്തനം ചെയ്യുന്നു. പ്രതിഷേധിക്കേണ്ട സമയത്ത് പ്രതിഷേധം ചെയ്യുന്നു. ഈ നാട്ടിൽ വികസനം ഉണ്ടാക്കേണ്ട സമയത്ത് വികസനം ഉണ്ടാക്കുന്നു. ലീഗ് വിദ്യാഭ്യാസ വകുപ്പ് കൈകാര്യം ചെയ്തിട്ടുണ്ട്. ഒരു കേരള സർവകലാശാല മാറ്റി നിർത്തിയാൽ ഞാൻ ചോദിക്കട്ടെ, ഇവിടെ കൊണ്ടുവന്ന സർവകലാശാലകൾ ഉണ്ടാക്കിയ രാഷ്ട്രീയ പാർട്ടി ആരാ? കണ്ണൂർ സർവകലാശാല ഉണ്ടാക്കിയത് ബഷീർക്ക. ഇവിടുന്ന് ഇറങ്ങിപ്പോയ ബഷീർക്ക കേരളത്തിലെ വിദ്യാഭ്യാസ മന്ത്രിയായപ്പോഴാണ്. സംസ്കൃത സർവകലാശാല ഉണ്ടാക്കിയത് ബഷീർക്ക കേരളത്തിലെ വിദ്യാഭ്യാസ മന്ത്രിയായപ്പോഴാണ്. കാലിക സർവകലാശാല ഉണ്ടാക്കിയത് CH മുഹമ്മദ് കോയ സാഹിബ്. കുസാറ്റ് ഉണ്ടാക്കിയത് CH മുഹമ്മദ് കോയ സാഹിബ്. CH എങ്ങനെയാ കുസാറ്റ് ഉണ്ടാക്കുന്നത്? CH അമേരിക്ക പോവാണ്. CH അമേരിക്ക പോയി നാട്ടിലേക്ക് വന്നു. പത്രക്കാർ ചോദിച്ചു നിങ്ങൾ എന്താണ് അമേരിക്ക കണ്ടത്? CH പറഞ്ഞു ഞാൻ അമേരിക്കയിൽ ഒരുപാട് സർവകലാശാലകൾ കണ്ടു. ഈ നാടിന് എന്താണ് പ്രയോജനം? പത്രക്കാർ ചോദിച്ചു. CH പറഞ്ഞു നമ്മുടെ മുനീർക്കന്റെ പിതാവ്. CH പറഞ്ഞു ഞാൻ അവിടെ MIT, മസാച്യുസെറ്റ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി, ആ MIT എനിക്ക് വളരെ ഇഷ്ടമായി. ആ MITക്ക് തത്തുല്യമായ രീതിയിലുള്ള ഒരു സർവകലാശാല ഈ കേരളത്തിൽ ഉണ്ടാക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെ ഉണ്ടാക്കിയതാണ് കുസാറ്റ്. ഇന്നതിന് തലപ്പത്തിരിക്കുന്ന പല ആളുകൾ അത് മറന്നുപോയി. അത് CH ഉണ്ടാക്കിയ സർവകലാശാലയാണ്. ഇന്നത്തെ കേരളത്തിലെ വിദ്യാഭ്യാസ മന്ത്രിയോ അദ്ദേഹം ഫിൻലാൻഡിൽ പോയി നാട്ടിലേക്ക് വന്നു. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ ഇറങ്ങി പത്രക്കാരെ ചോദിച്ചു ശിവൻകുട്ടിയോട് നിങ്ങൾ എന്താണ് അവിടെ കണ്ടത്? അദ്ദേഹം പറഞ്ഞു ഞാൻ അവിടെ പോയപ്പോ റോട്ടിൽ സൈക്കിൾ പോകാൻ വേണ്ടി മാത്രം പ്രത്യേകമായ ഒരു പാത, ആളുകൾക്ക് നടക്കാൻ വേണ്ടി പ്രത്യേകമായ നടപ്പാത. അപ്പൊ പത്രക്കാരെ ചോദിച്ചു അതൊക്കെ പൊതുമരാമത്ത് വകുപ്പുമായി ബന്ധപ്പെട്ട കാര്യമല്ലേ? വിദ്യാഭ്യാസ വകുപ്പുമായി ബന്ധപ്പെട്ട കാര്യം എന്താ നിങ്ങൾ കണ്ടത്? അയാൾ പറഞ്ഞു ഞാൻ കണ്ട കാര്യമില്ല, എനിക്ക് പറയാൻ പറ്റും. മൂപ്പര് അവിടെ വിമാനം ഇറങ്ങിയിട്ട് റോട്ടിലേക്ക് നോക്കി മേലോട്ട് നോക്കിയപ്പോ ഇതൊക്കെ കണ്ടത്. അത് കഴിഞ്ഞ് അദ്ദേഹം തിരിച്ച് നാട്ടിലെത്തി. ഒരു മാസം കഴിഞ്ഞപ്പോ, കൃത്യം ഒരു മാസം കഴിഞ്ഞപ്പോ ഫിൻലാൻഡിൽ നിന്ന് 20 ആളുകൾ കേരളത്തിലേക്ക് വന്നു. അവരോട് ചോദിച്ചു നിങ്ങൾ എന്തിനാ വന്നത്? അപ്പൊ അവർ പറഞ്ഞു ഈ ശിവൻകുട്ടി എങ്ങനെയാണ് കേരളത്തിലെ വിദ്യാഭ്യാസ മന്ത്രി ആയതെന്ന് പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇവിടെ വന്നതെന്ന് പറഞ്ഞു. ആ ശിവൻകുട്ടിയെ പോലെയുള്ള ആളുകൾ വിദ്യാഭ്യാസ മന്ത്രി, ബിന്ദു ഉന്നത വിദ്യാഭ്യാസ മന്ത്രി. ഒരു സർവകലാശാല പോയിട്ട് ഒരു കോളേജ് ഉണ്ടാക്കുന്നുണ്ടോ ഈ നാട്ടിൽ? അബ്ദുറബ്ബ് കേരളത്തിലെ വിദ്യാഭ്യാസ മന്ത്രി ആയിരിക്കുന്ന സമയത്തല്ലേ കോളേജുകളില്ലാത്ത മണ്ഡലങ്ങൾക്ക് കോളേജ് കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചത്? ഈ കൊടുവള്ളിക്ക് കിട്ടിയിട്ടില്ലേ? VSന്റെ മലമ്പുഴയിൽ കൊടുത്തിട്ടില്ലേ? കൊടിയേരിയുടെ തലശ്ശേരിയിൽ കൊടുത്തിട്ടില്ലേ? കോളേജുകളില്ലാത്ത മണ്ഡലങ്ങളിൽ മുഴുവനും കോളേജുകൾ കൊടുത്ത വിദ്യാഭ്യാസ മന്ത്രി അബ്ദുറബ്ബ് ഒരു കോളേജ് പോയിട്ട് ഒരു കോഴ്സ് കൊടുത്തോ ശിവൻകുട്ടി കേരളത്തിലെ വിദ്യാഭ്യാസ വകുപ്പ് കൈകാര്യം ചെയ്യുമ്പോ? നിങ്ങൾ ആകെ ചെയ്യുന്ന എന്താ? ഈ നാട്ടിൽ മുഴുവൻ ലഹരിക്ക് ഒടുക്കുക. ഒന്നൊരു നടനെ ഇന്ന് പോലീസ് സ്റ്റേഷനിൽ പോയി.
ഈ നടനൊക്കെ എത്ര കാലമായി അയാളുടെ ഇന്റർവ്യൂ എന്താ പറയുന്നത്? അയാൾ ഇന്റർവ്യൂലൊക്കെ അയാൾ പച്ചക്ക് പറയാണ്, ലഹരിയെ പ്രൊമോട്ട് ചെയ്യുന്ന ഇന്റർവ്യൂകൾ. എന്തെങ്കിലും നടപടി എടുത്തോ? എടുക്കൂല. അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് നോക്കിയാൽ അറിയാം. കൃത്യം 4.5 കൊല്ലം മുമ്പ് 2021 ഉറപ്പാണ് LDF എന്ന പ്രമേയം ഉയർത്തിപ്പിടിച്ച് LDFന് വേണ്ടി ക്യാമ്പയിൻ ചെയ്ത ആളാണ് ഷൈൻ ടോ ചാക്കോ. അയാൾക്ക് എന്തു ആവാം. അയാൾക്ക് MDMA കുറിച്ച് പറയാം, അയാൾക്ക് കഞ്ചാവിനെ കുറിച്ച് പറയാം, അതിനെ പ്രൊമോട്ട് ചെയ്യാം, ഒരു കുഴപ്പമില്ല. സിനിമാ സെറ്റിൽ ഇത് ഉപയോഗിക്കാം, ആരും ചോദ്യം ചെയ്യില്ല. ഇന്നലെ നാർക്കോട്ടിക് SP പറയാണ്, അയാളെ പിടിക്കാൻ വേണ്ടി ഞങ്ങൾ പോയി, അയാൾ ഇറങ്ങി ഓടി, ഞങ്ങൾ എന്താ ചെയ്യാൻ? അയാളെ പിടിക്കാനുള്ള സ്ട്രെങ്ത് പോലീസിനില്ല. അത് കഴിഞ്ഞ് റഹീമിന്റെ പത്രസമ്മേളനം, റഹീം പറയാണ്, ഷൈൻ ടോ ചാക്കോ ഒരു കാര്യം ഓർക്കണം, കേരളത്തിന്റെ മുഖ്യമന്ത്രി അറിഞ്ഞിട്ട് കളിക്കണം. ഇത് രണ്ടും എങ്ങനെയാണ് മാച്ച് ആവുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. ഓടുന്ന ഷൈൻ ടോ ചാക്കോയെ പിടിക്കാനുള്ള കപ്പാസിറ്റി ഞങ്ങൾക്കില്ല എന്ന് നാർക്കോട്ടിക് SP. കേരളം ഭരിക്കുന്ന ആരാണെന്ന് ഓർത്ത് കളിക്കണമെന്ന് റഹീം MP. അല്ലെങ്കിൽ റഹീമിന്റെ ഒരു വിധി എന്ന് പറഞ്ഞാൽ എപ്പോഴും എയറിൽ കിടക്കുക എന്നുള്ളതാണ്. ആകാശത്ത് നിലത്തിറങ്ങാൻ സമയം ഉണ്ടാവാറില്ല. ഒരു പത്രസമ്മേളനം നടത്തി അപ്പം എയറിൽ പോകും. നാട് മുഴുവനും ലഹരിയല്ലേ പ്രിയപ്പെട്ടവർ? പിണറായി വിജയൻ കേരളം ഭരിക്കുന്നതുകൊണ്ട് മലയാളിക്ക് കിട്ടിയ ഏറ്റവും വലിയ നേട്ടം എന്തെന്ന് പറഞ്ഞാൽ കൊച്ചു കുട്ടികൾക്ക് പോലെ MDMA എന്നാന്ന് മനസ്സിലായി. MDMA എന്ന് പറഞ്ഞാൽ സത്യം. ഞങ്ങള് 4 കൊല്ലം മുമ്പ് ഈ സർക്കാരിനെതിരെ സമരം ചെയ്തിട്ട് തിരുവനന്തപുരത്ത് ജയിലിൽ കിടക്കുക, ജയിലിലേക്ക് പോയതാ. അപ്പൊ സെല്ല് പറഞ്ഞ നമ്മള് യൂത്ത് ലീഗിന്റെ ആൾക്കാരൊക്കെ ജയിലിലേക്ക് ഇങ്ങനെ പോകും. സെല്ലിനകത്ത് കുറച്ച് ആൾക്കാർ ആദ്യം ഉണ്ട്. അപ്പൊ അവര് നമ്മളെ കണ്ടപ്പോ ചോദിച്ചു, എന്താ നിങ്ങളെ കേസ് എന്ന് ചോദിച്ചു. ഞങ്ങളോട് കൊടുക്കാം. ഞങ്ങളെ കൂട്ടത്തിൽ ഒരാൾ പറഞ്ഞു, അത് ഞങ്ങൾ ലീഗിന്റെ കേസാന്ന് പറഞ്ഞു. അപ്പൊ ഇവൻ എന്നിട്ട് കൂടെ ഉള്ളവന് ഈ സെല്ലിലുള്ള ആൾക്കാരോട് ചോദിച്ചു, നിങ്ങളെ കേസ് എന്താന്ന് പറഞ്ഞു. അപ്പൊ അതിലൊരുത്തൻ പറഞ്ഞു MDMന്റെ കേസാണ്. അപ്പൊ അവൻ എന്നോട് ചോദിക്കും, അതേതാ പാർട്ടിന്ന്. എന്റെ കൂടെ ഉള്ള ആൾ ഓൻ വിചാരിച്ചത് ഏതോ പാർട്ടിന്റെ പേരാന്നാ. ലീഗിന്റെ കേസ് എന്നൊക്കെ പറഞ്ഞ പോലെ ഞാൻ പറഞ്ഞത് മഞ്ചേശ്വരത്തുള്ള ഒരു പാർട്ടിയാണ്. ഒരു 4-5 കൊല്ലം മുമ്പ് ഈ സാധനം എന്താണെന്ന് ആർക്കും അറിയില്ല. ഇന്ന് നാട്ടിൽ മുഴുവൻ ഈ താമരശ്ശേരിയിൽ തന്നെ എത്ര സംഭവങ്ങളാണ് നമ്മൾ കേട്ടത്. ഒരു ഉമ്മയെ കഴുത്തറുത്ത് കൊന്നത്, ഭാര്യയെ കൊന്നത്. തിരുവനന്തപുരത്ത് 5 ആളെ ഒരു കുടുംബത്തിൽ നിന്ന് 5 ആളെ കൊന്നു കളഞ്ഞു. അവനെ പിടികൂടി വൈദ്യപരിശോധനയ്ക്ക് അയച്ചപ്പോ പോലീസ് പറയാണ്, അവൻ മദ്യം മാത്രമേ കുടിച്ചിട്ടുള്ളൂ, ലഹരി ഒന്നും ഇല്ല. പറഞ്ഞ മദ്യം എന്ന വില ഔദുൽ കോസറട്ട മദ്യം എന്ന് പറഞ്ഞാൽ ലഹരി അല്ല എന്നാണ് പോലീസ് തന്നെ പറയുന്നത്. DYFIയുടെ ഒരു ക്യാമ്പയിൻ ഞാൻ കണ്ടു, രാസലഹരിക്കെതിരെ എന്ന് പറഞ്ഞാൽ രാസലഹരി മാത്രമേ അവർക്ക് പ്രശ്നമുള്ളൂ. അവർക്ക് കഞ്ചാവ് പ്രശ്നമല്ല. കഞ്ചാവ് എന്ന് പറഞ്ഞാൽ ആയുർവേദം എന്നാണ് ഇവർ പറയാ. മദ്യം തീരെ പ്രശ്നമല്ല. നാട്ടിലെ മുഴുവൻ മദ്യം എടുക്കല്ലേ, മുട്ടിന് ബാറല്ലേ. UDF കേരളം ഭരിക്കുമ്പോൾ അന്ന് വരെ 100 മീറ്റർ ആയിരുന്നു ഒരു സ്കൂളിൽ നിന്ന്, ഒരു ആരാധനാലയത്തിൽ നിന്ന്. UDF കേരളം ഭരിക്കുമ്പോൾ അത് 200 മീറ്റർ ആക്കി. ഇവരെന്ത് ചെയ്ത്? ഇവരെ 50 മീറ്റർ ആക്കി, കുറച്ചു. ഇപ്പൊ സ്കൂൾ ഏതാ ബാർ ഏതാ തിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥ. നാട്ടിൽ മുഴുവൻ ബാർ തുറക്കുമ്പോ ഇവർക്ക് എങ്ങനെയാ ലഹരിക്കെതിരായി സംസാരിക്കാൻ കഴിയാ? സിനിമ നടൻ മമ്മൂട്ടി ചോദിച്ചില്ലേ, ഇതിനെന്ത് യുക്തി? നാട്ടിൽ മുഴുവൻ ബാർ തുറക്കുമ്പോ എങ്ങനെയാണ് സർക്കാരിന് ലഹരിക്കെതിരായി സംസാരിക്കാൻ കഴിയാ? പാലക്കാട്ട് ഒരു മദ്യനിർമ്മാണ കമ്പനി തുടങ്ങാൻ പോവാണ്. ആ ഒയാസിസ് എന്ന് പറയുന്ന മദ്യനിർമ്മാണ കമ്പനി, അത് കോയമ്പത്തൂർ വേണ്ട, തമിഴ്നാട്ടിൽ വേണ്ട, കർണാടകയിൽ വേണ്ട, അത് കേരളത്തിൽ ഉൽപ്പാദിപ്പിക്കട്ടെ എന്ന് ഈ നാട് ഭരിക്കുന്ന സർക്കാർ തീരുമാനിക്കുകയാണ്. ആ തീരുമാനമെടുത്തപ്പോ അതിനെതിരെ സമരം ചെയ്യാൻ ഇവിടെ UDF ഉണ്ടായി, യൂത്ത് ലീഗ് ഉണ്ടായി. ഞങ്ങളൊന്ന് പ്രഖ്യാപിച്ചു, ഞങ്ങൾ ജീവിക്കുന്നിടത്തോളം കാലം ഈ നാട്ടിൽ മദ്യനിർമ്മാണ ഫാക്ടറി തുടങ്ങാൻ അനുവദിക്കുന്ന പ്രശ്നമില്ല. ഈ നാട്ടിലെ ചെറുപ്പക്കാരെ മുഴുവൻ ചണ്ഡീകരിക്കുക, കഞ്ചാവും മയക്കുമരുന്ന് കൊടുക്കുക. ഞാൻ പ്രിയപ്പെട്ട MSFകാരോട് പറയട്ടെ, ഈ അടുത്ത ദിവസം വേടൻ എന്ന് പറഞ്ഞ ഒരു മലയാളം റാപ്പ് സിംഗർ ഉണ്ട്. അദ്ദേഹത്തെ വ്യക്തിപരമായി എനിക്ക് പരിചയമില്ല. പക്ഷേ ആ വേടൻ പറയുന്ന ഒരു കാര്യമുണ്ട്, ചെറുപ്പക്കാരെ നിങ്ങളിലാണ് പ്രതീക്ഷ. ഈ കാരണവന്മാർ കാണിച്ചു കൊടുക്കുന്നത് കാണുന്നില്ലേ? നിങ്ങൾ രാഷ്ട്രീയം ശ്രദ്ധിക്കണം, നിങ്ങൾ രാഷ്ട്രീയം നിരീക്ഷിക്കണം, നിങ്ങൾ നിലപാടുകൾ എടുക്കണം. ചെറുപ്പക്കാർ രാഷ്ട്രീയം നിരീക്ഷിക്കുന്നുണ്ട്, ചെറുപ്പക്കാർ നിലപാടുകൾ എടുക്കുന്നുണ്ട്. ആ നിലപാടുകളാണ് പാലക്കാട്ടെ ഉപതെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടത്. ആ നിലപാടാണ് പുതുപ്പള്ളിയിൽ നമ്മൾ കണ്ടത്. ആ നിലപാടാണ് തൃക്കാക്കരയിൽ നമ്മൾ കണ്ടത്. ആ നിലപാടാണ് വരാൻ പോകുന്ന നിലമ്പൂർ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ ഈ മലയാളികൾ കാണാനിരിക്കുന്നത്. അതാണ് കാലിക്കറ്റ് സർവകലാശാലയിൽ നമ്മൾ കണ്ടത്.
അതാണ് കേരള യൂണിവേഴ്സിറ്റിയിലെ സെനറ്റ് തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ആ ഉറച്ച നിലപാടുമായി മുമ്പോട്ട് പോകാൻ ധൈര്യത്തോടെ നിങ്ങൾ അണിചേരുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. അഭിവാദ്യങ്ങൾ. JMS. ബഹുമാന്യനായ ജില്ലാ മുസ്ലിം ലീഗ് പ്രസിഡന്റ് M.A. റസാഖ് മാസ്റ്റർ. അസ്സലാമു അലൈക്കും. വളരെ പ്രൗഢഗംഭീരമായ റാലിയും സമ്മേളനവുമാണ് നടന്നത്. വെക്കേഷനാണ്. കുട്ടികളൊക്കെ പലപ്പോഴും വിനോദയാത്രയ്ക്ക് പോകുന്ന സമയത്താണ് മുസ്ലിം വിദ്യാർത്ഥി ഫെഡറേഷൻ്റെ ഐതിഹാസികമായ സമ്മേളനം നീണ്ട ദിവസങ്ങൾ ഇവിടെ നടന്നത്. അതോടനുബന്ധമായ റാലിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവർ സംസാരിച്ചപ്പോൾ 1000 കുറയാത്ത കുട്ടികൾ ഉണ്ടാകുമെന്നാണ് പറഞ്ഞത്. 1000 കവിഞ്ഞുള്ള വിദ്യാർത്ഥികളെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള മനോഹരമായ റാലിയും അതോടനുബന്ധമായിട്ടുള്ള പരിപാടികളും നടത്തിയിട്ടുള്ള കൊടുവള്ളി നിയോജകം MSF കമ്മിറ്റിയെ ജില്ലാ മുസ്ലിം ലീഗ് കമ്മിറ്റി പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. മുക്തകണ്ഠം അവർ അഭിനന്ദിക്കുകയാണ്. അതോടൊപ്പം നമ്മുടെ മണ്ഡലത്തിൽ 2 പരിപാടികൾ കൂടി നടക്കാനുണ്ട്. മുസ്ലിം യൂത്ത് ലീഗിൻ്റെ ആഭിമുഖ്യത്തിൽ നടക്കാനിരിക്കുന്ന 30-ാം തീയതിയുള്ള മതിൽ, അതിൽ ഒരു വൻ മതിലാകും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. 1500 ആളുകൾ, നമ്മുടെ യുവാക്കൾ ഒരു പ്രതിരോധം സൃഷ്ടിക്കുകയാണ്, ഒരു വലിയ മതിലുണ്ടാക്കുക. ഈ രാജ്യത്തിലെ അധാർമികതയ്ക്കെതിരെ, അരാഷ്ട്രീയത്തിനെതിരെ, നമ്മുടെ രാജ്യത്ത് നടക്കുന്ന ഈ നമ്മുടെ രാജ്യത്തിലെ ഭരണകർത്താക്കളുടെ ഭാഗത്തുള്ള ഫാസിസ്റ്റുകൾക്കെതിരായിട്ടുള്ള ഒരു പോരാട്ടത്തിൻ്റെ മതിലാണ് ഇവിടെ നമ്മുടെ ബഹുമാന്യനായ OK ഇസ്മായിലിൻ്റെയും നസീഫിൻ്റെയും ഒക്കെ നേതൃത്വത്തിൽ 30-ാം തീയതി നടക്കാൻ വേണ്ടി പോകും. തുടർന്ന് 5-ാം തീയതി മുതൽ 10-ാം തീയതി വരെ ഉമർ മാഷും ഖാദറും ഒക്കെ നേതൃത്വം നൽകുന്ന നമ്മുടെ ഈ നിയോജകത്തിലെ നേതാക്കന്മാരുടെ നേതൃത്വത്തിൽ നമ്മുടെ എല്ലാ പഞ്ചായത്തുകളും ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഐതിഹാസികമായ ജാഥയും നടക്കാൻ പോവുകയാണ്. അതിൻ്റെ സമാപനം 10-ാം തീയതി ബഹുമാനപ്പെട്ട കുഞ്ഞാലി സാഹിബ് ഇവിടെ ഉദ്ഘാടനം ചെയ്യും. ഈ പരിപാടിയിലൊക്കെ നമ്മുടെയൊക്കെ സാന്നിധ്യം ഉണ്ടാകണം. നമ്മൾ ആ പരിപാടിയോട് ചേർന്ന് നിൽക്കണം. വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത് മുസ്ലിം ലീഗിനും UDF-നുമുള്ള നമ്മുടെ വിജയത്തിൻ്റെ പാതകൾ കടന്നു കയറാനുള്ള ഒരു തെരഞ്ഞെടുപ്പാണ് എന്ന് കണ്ടുകൊണ്ട് പ്രവർത്തിക്കാൻ എല്ലാവരോടും ഒരിക്കൽ കൂടി അപേക്ഷിച്ചുകൊണ്ട് നമ്മുടെ പ്രമുഖരായ 3 നേതാക്കന്മാർ MSF പ്രസ്ഥാനത്തിനും മുസ്ലിം യൂത്ത് ലീഗിനും മുസ്ലിം ലീഗിനും നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട നേതാക്കന്മാരുടെ പ്രൗഢഗംഭീരമായ രാഷ്ട്രീയ വിഷയങ്ങൾ അവതരിപ്പിച്ചുകൊണ്ട് സംസാരിച്ച് ഇവിടെ കഴിഞ്ഞ സാഹചര്യത്തിൽ മറ്റു കാര്യങ്ങളിലേക്കൊന്നും കടക്കാതെ എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി. അസ്സലാമു അലൈക്കും. പ്രിയപ്പെട്ട AP മജീദ് മാസ്റ്റർ, TK മുഹമ്മദ് മാസ്റ്റർ, KK ഖാദർ സാഹിബ്, യൂത്ത് ലീഗിൻ്റെ ജനറൽ സെക്രട്ടറി നസീഫ് സാഹിബ് ഉൾപ്പെടെയുള്ള ഒരുപാട് നേതാക്കന്മാർ സംസാരിക്കാനുണ്ട്. നമ്മുടെ ഈ പരിപാടിക്ക് നന്ദി പറയുന്നതിന്, എല്ലാവരും ആശംസകൾ അറിയിച്ചതായി അറിയിച്ചുകൊണ്ട് പരിപാടിക്ക് നന്ദി പറയുന്നതിന് വേണ്ടി മണ്ഡലം MSF-ൻ്റെ ട്രഷറർ ജാസ് കൊളത്തക്കര. അസ്സലാമു അലൈക്കും. ഏറ്റവും സ്നേഹാദരവുകൾ നിറഞ്ഞ യോഗത്തിൻ്റെ അധ്യക്ഷൻ, ഈ പ്രോജ്വലമായ സമ്മേളനത്തിൽ സാന്നിധ്യം കൊണ്ടും വാക്കുകൊണ്ടും ധന്യമാക്കിയ മുസ്ലിം ലീഗിൻ്റെയും മുസ്ലിം യൂത്ത് ലീഗിൻ്റെയും MSF-ൻ്റെയും ഒക്കെ നേതാക്കന്മാർ, MSF എന്ന് വിളിച്ചപ്പോൾ ആ വിളിയാളത്തെ കേട്ട് ഇവിടെ എത്തിയിട്ടുള്ള എൻ്റെ പ്രിയപ്പെട്ട മുസ്ലിം ലീഗിനെ നെഞ്ചോട് ചേർത്ത് പിടിച്ച പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി MSF നിയോജക മണ്ഡലം കമ്മിറ്റി ഈ നിയോജക മണ്ഡലത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ സമ്മേളനത്തിൻ്റെ വിവിധ പരിപാടികളുമായി അങ്ങനെ മനോഹരമായ ഒരു സംഘടനാ കാലത്തിലൂടെ കടന്നു പോവുകയാണ്. അതിൻ്റെ ഒരു പരിസമാപ്തി എന്നോണമാണ് ഇന്ന് ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ ഈ കൊടുവള്ളിയുടെ നഗരവീഥികളിലൂടെ തോളോട് തോൾ ചേർത്ത് പിടിച്ചുകൊണ്ട് നടത്തിയിട്ടുള്ള മഹാറാലി ഇവിടെ സമാപനം കുറിക്കുന്നത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞങ്ങൾ ഈ മഹാറാലി സംഘടിപ്പിച്ചത് കേവലം ആൾക്കൂട്ടത്തെ കാണിക്കാനല്ല, മറിച്ച് മനുഷ്യനെ രണ്ടായി കാണുന്ന, മനുഷ്യ മനസ്സുകൾക്കിടയിൽ മതിലുകൾ പണിയുന്ന ഫാസിസ്റ്റ് ഭരണകൂടം ഈ രാജ്യം ഭരിക്കുന്ന കാലത്ത് ഭക്ഷണത്തിൻ്റെ പേരിൽ, വർഗത്തിൻ്റെ പേരിൽ, വർണ്ണത്തിൻ്റെ പേരിൽ, മതത്തിൻ്റെ പേരിൽ അങ്ങനെ ഓരോ മനുഷ്യനെയും തട്ടുതട്ടുകളാക്കി മാറ്റി നിർത്തുന്ന പുതിയ കാലത്ത് ഹിന്ദുവും മുസൽമാനും ക്രിസ്ത്യനും ബുദ്ധനും ജൈനനും പാഴ്സിയും മതമുള്ളവനും മതമില്ലാത്തവനുമൊക്കെ ഈ രാജ്യത്തിൻ്റെ ഒരു മാലയിൽ കോർത്ത മുത്തുമണികളെ പോലെ അധിവസിക്കേണ്ടവരാണെന്ന് പുതിയ കാലത്തോട് പറയാനാണ് ഞങ്ങൾ ഈ യാത്ര ഇവിടെ സംഘടിപ്പിച്ചത്. പ്രിയപ്പെട്ടവരെ, ലഹരിയോട് നോ പറയുന്ന, രാഷ്ട്രീയവാദത്തോട് നോ പറയുന്ന, മതനിരാസത്തോട് നോ പറയുന്ന, അക്രമത്തോട് നോ പറയുന്ന,
അരാജകത്വങ്ങളോട് നോ പറയുന്ന ഒരു തലമുറ വളർന്നു വരുന്നുണ്ടെന്ന് പറയാനാണോ ഞങ്ങൾ ഈ ജാഥ ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്? പിന്നെ പുതിയ കാലത്തെ കൊടുവള്ളിയിൽ പച്ചക്ക് കനം കുറയുന്നുവെന്ന് ആശങ്കപ്പെടുന്ന ചിലരുണ്ടെങ്കിൽ കൊടുവള്ളി പുതിയ കൊടുവള്ളിയായിരിക്കാം, പക്ഷേ MSF പഴയ MSF തന്നെയാണെന്ന് പറയാനാണ് ഞങ്ങൾ ഈ ജാഥ സംഘടിപ്പിച്ചത്. പ്രിയപ്പെട്ടവരെ, ഞങ്ങൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അവസാനിപ്പിക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് മറക്കാൻ കഴിയാത്ത 2 പേരുണ്ട്. ഒന്ന് പ്രിയപ്പെട്ട ബാഹിറാണ്, ഒന്ന് ഞങ്ങളുടെ സുബൈർക്കയാണ്. പ്രിയപ്പെട്ട ബാഹിറെ, പ്രിയപ്പെട്ട സുബൈർക്ക, നിങ്ങൾ പിടിച്ച പച്ചപ്പതാകയും എന്തി ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ ഞങ്ങൾ ഈ നിങ്ങളുടെ നാട്ടിൽ, നിങ്ങളുടെ കൊടുവള്ളിയിൽ ഞങ്ങൾ അണിനിരത്തിയിരിക്കുന്നു. ഇൻഷാ അല്ലാഹ് ഞങ്ങൾ നിലനിൽക്കുവോളം ഈ പച്ചപ്പതാകയെ മുറുകെ പിടിക്കാൻ ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ ഇനിയും ഉദിക്കുക തന്നെ ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, ഈ സമ്മേളനത്തെ ഇത്രമേൽ മനോഹരമാക്കി തീർത്ത ഓരോരുത്തരെയും, പ്രത്യേകിച്ച് ഈ സമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത E.T. മുഹമ്മദ് ബഷീർ സാഹിബ്, ഡോക്ടർ M.K. മുനീർ MLA സാഹിബ്, P.K. ഫിറോസ് സാഹിബ് തുടങ്ങി വേദിയിൽ ധന്യരായ ഉപവിഷ്ടരായ മുഴുവൻ നേതാക്കന്മാരെയും ഓരോരുത്തരുടെയും പേരെടുത്ത് പറയണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ വിട്ടുപോയാൽ അത് ഞങ്ങൾക്ക് വലിയ പ്രയാസമാകും എന്നുള്ളത് കൊണ്ട് എല്ലാവരെയും ഒറ്റവാക്കിൽ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഈ സമ്മേളനവുമായി ഞങ്ങൾ ഇറങ്ങിയപ്പോൾ ഞങ്ങളോട് തോളോട് തോൾ ചേർന്ന് നിന്ന ഓരോ വ്യക്തികളെയും, ഓരോ കമ്മിറ്റികളെയും, പ്രത്യേകിച്ച് KMCCയുടെ വിവിധ കമ്മിറ്റികൾ, നാട്ടിലെ യൂത്ത് ലീഗിന്റെ കമ്മിറ്റികൾ, മുസ്ലിം ലീഗിന്റെ വാർഡ് കമ്മിറ്റികൾ, ഞങ്ങൾ കഴിഞ്ഞ കുറെ ദിവസങ്ങളായി ഞങ്ങൾ ഈ സമ്മേളനം ആരംഭിച്ചത് ഞങ്ങളുടെ പ്രിയപ്പെട്ട ബാപ്പുക്ക അണ്ടോണയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന മോയിൻകുട്ടി സാഹിബിന്റെ കബറിടത്തിൽ നിന്നാണ്. അവിടെ നിന്ന് ആരംഭിച്ചത് മുതൽ ഞങ്ങൾ ഹരിത സംഗമം നടത്തി ആ പരിപാടിയിൽ വിജയിപ്പിച്ച, അതുപോലെ തലമുറ സംഗമത്തിൽ പങ്കെടുത്ത, ഞങ്ങൾ കലാജാഥയുമായി 2 ദിവസങ്ങളിൽ 50ഓളം ശാഖകളിലേക്ക് സഞ്ചരിച്ചപ്പോൾ ഞങ്ങളുടെ കൃത്യമായി സ്വീകരിച്ച, ഞങ്ങൾക്ക് സാമ്പത്തിക സഹായം ചെയ്ത, ഞങ്ങൾക്ക് ഓരോ സേവനങ്ങളും ചെയ്ത ഓരോരുത്തരെയും ഞങ്ങൾ നിയോജക മണ്ഡലം കമ്മിറ്റിക്ക് വേണ്ടി കൃത്യമായ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഈ മനോഹരമായ സംഗമം വിജയിപ്പിച്ച മുഴുവൻ ആളുകൾക്കും ഹരിത അഭിവാദ്യങ്ങൾ നേർന്നുകൊണ്ട് നിർത്തുകയാണ്. അസ്സലാമു അലൈക്കും.